ട്രെയിൻ യാത്രക്കിടെ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് ന്യൂഡിൽസ് പാചകം ചെയ്ത ഒരു സ്ത്രീയുടെ ദൃശ്യങ്ങൾ അത് പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെ കണ്ടു കാണും. എന്തായാലും ആ സംഭവത്തിൽ ഇപ്പോൾ റെയിൽവേ അതിൽ ഒരു നടപടി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെയാണ് സെൻട്രൽ റെയിൽവേ ഈ ഒരു അറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. ഇത്തരം അപകടകരമായ പ്രവണതകളിൽ നിന്ന് യാത്രക്കാർ മാറി നിൽക്കണമെന്നുള്ളതാണ് റെയിൽവേ अभ्यर्थिച്ചിരിക്കുന്നത്. ट्रेन मध्ये बी काय चालू केलंय मी मॅगी बनवायचं मला वाटतं आलू पराठा पनीर पराठा चाउमीन नूडल्स मॅगी बनवायला चालू केलं. लोळे साहेबांना रेडीमेड नाश्ता आणला आणि बघा आता इथे मॅगी पनीर पराठे चहा. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത്. കാരണം മറ്റുള്ളവരൊക്കെ ട്രെയിനിൻ്റെ തുമ്പത്തിരുന്ന് സാഹസ് കാണിക്കുന്നതൊക്കെയാണെങ്കിൽ പോലും അതിനേക്കാൾ 100 ഇരട്ടി അപകടമാണ്. കാരണം ഇത് മറ്റു യാത്രക്കാർക്കുമാണ്. അവിടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുക വേണ്ടിയൊക്കെയാണ് ഈ അവിടെ ഒരു സാധനം വെച്ചേക്കുന്നത്. അതിൻ്റെ ഇതിൽ സ്വിച്ച് ഇട്ട് കുത്തി ഇലക്ട്രിക്കലിട്ട് പാചകം ചെയ്ത് അത് വളരെ വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ അത് എടുത്ത് വൈറലാക്കി കഴിഞ്ഞാൽ അവർക്കൊരു നടപടികൾ വൈറലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു നടപടികൾ റെയിൽവേ ആരംഭിച്ചു. അതുതന്നെയാണ് ഈ റെയിൽവേ കിടന്നുള്ള പരിപാടികൾ, ഈ കാര്യമാരി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ ശക്തമായ നടപടിയും ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ മാരിയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കാട്ടാതിരിക്കുക. അതിന് ട്രെയിനിൽ തന്നെ ഫുഡ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്യ സിനിമയ്ക്കകത്ത് കണ്ടു മേടിച്ചാണ്, ട്രെയിനിൽ പോയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ തരുന്ന ഫുഡ് കഴിക്കുക. അത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഒരു ഫുഡ് എടുത്ത് പുറത്തുനിന്ന് പാഴ്സൽ മേടിച്ച് കഴിച്ചു എന്ന് വെച്ചാൽ വല്ല കുഴപ്പമൊന്നുമില്ല. ഈ മാരിയായിട്ട് കാട്ടായം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല. അത് അവരവർക്ക് തന്നെയല്ല ആപത്ത്, ചൂട് കഴിക്കുന്ന യാത്രക്കാർക്കും അത് ഭയങ്കര ആപത്താണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. തീർച്ചയായിട്ടും യാത്ര നല്ല രീതിയിൽ തന്നെ അവസാനിക്കുക. ഒരു യാത്രകൾ ഓരോ പ്രതീക്ഷയൊക്കെയാണ്. നിങ്ങളായിട്ട് ആ പ്രതീക്ഷയെ തകർക്കരുത്.